ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 9 മുതലുള്ള ഭാഗങ്ങളിൽ ആ നാളിൽ അവൻ തൻ്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിനും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച എല്ലാവരിലും താൻ അതിശയ വിഷയമാകേണ്ടതിനും വരുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിൻ്റെ സന്നിധാനവും അവൻ്റെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശമെന്ന ശിക്ഷാവിധി അനുഭവിക്കും. എന്നെ കേൾക്കുന്ന പ്രിയരെ, പരിശുദ്ധാത്മാവ് സഭയോട് പറയുകയാണ്, ആ നാളിൽ നമ്മളെല്ലാവരും ആ നാളിൽ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. രക്ഷിക്കപ്പെട്ട് കർത്താവിനെ അറിഞ്ഞ് കർത്താവിൻ്റെ വഴിയെ നടക്കുന്ന എല്ലാവരും ആ നാൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ നാളിന് വേണ്ടി ഒരുക്കപ്പെടുന്നു എന്ന് നമ്മളൊക്കെ എന്തു ചെയ്യുന്നു? അവകാശപ്പെടുന്നു. എന്നാൽ കർത്താവ് വ്യക്തമായിട്ട് പറയുന്നു, ആ നാളിൽ അവൻ തൻ്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിനും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച എല്ലാവരും താൻ അതിശയ വിഷയമാകേണ്ടതിനും വരുമ്പോൾ എന്ന് വെച്ചാൽ തെസ്സലോനിക്ക സഭ അന്ന് വിശ്വസിച്ചത്, അല്ലെങ്കിൽ ധന്യനായ പൗലോസ് അന്ന് വിശ്വസിച്ചത്, ആ സുവിശേഷം ഇന്ന് വിശ്വസിക്കുന്ന എനിക്കും അതൊരു അതിശയ വിഷയമായി വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്. ഇങ്ങനെ ഒരു ഭാഗത്ത് അതിശയ വിഷയമായിട്ടും ഒരു കൂട്ടരെ നിത്യത എന്ന വലിയ ദർശനത്തിലേക്കും കർത്താവ് പ്രവേശിപ്പിക്കുമ്പോൾ മറുഭാഗത്ത് പറയുന്നു, സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിൻ്റെ സന്നിധാനവും അവൻ്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും, വേറെ കർത്താവിൻ്റെ സന്നിധാനവും അപ്പൻ്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും സൂര്യ തേജസ്സിനെ വെല്ലുന്ന ശോഭയോടുകൂടിയ ആ അപ്പനോട് ചേർന്നിരിക്കാവുന്ന ആ ഭാഗ്യത്തെയും തള്ളിക്കളഞ്ഞിട്ട് അടുത്ത ഭാഗം പറയുന്നു, നിത്യനാശമെന്ന ശിക്ഷാവിധി അനുഭവിക്കും. വേറെ നമ്മുടെ ജീവിതത്തിനകത്ത് ഇത്രയും വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുമ്പോൾ നിത്യനാശത്തിനകത്ത് പ്രവേശിക്കാതെ നിത്യമായ സ്വർഗത്തിലേക്ക്, ഒന്നുകൂടെ പറഞ്ഞാൽ കർത്താവിരിക്കുന്ന അടുത്തിരിക്കാൻ ദൈവം നമുക്ക് അവസരമൊരുക്കുമ്പോൾ നമ്മൾ സുവിശേഷത്തെ അനുസരിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകൾക്കകത്ത് നിലനിന്ന് അടിസ്ഥാനമിട്ടിരിക്കുന്ന, കർത്താവ് പണിതിരിക്കുന്ന ആ അടിസ്ഥാനത്തിൻ്റെ മേൽ നിലനിൽക്കും വണ്ണം നല്ലൊരു പണി നമ്മുടെ ജീവിതത്തിനകത്ത് പണിത് വിശ്വസ്തയോടെ അന്ത്യം വരെ യുദ്ധം ചെയ്ത് ജയിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.